ഹായ്. അപ്പോൾ 10th ലെവൽ പ്രിലിംസിന്റെ ആദ്യഘട്ടം ജൂലൈ 18 നടക്കാൻ പോവുകയാണ്. ഇതൊരു 3 ആഴ്ചയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഒരു ഫൈനൽ റിവിഷൻ നടത്തുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ ചാപ്റ്ററുകൾ CRT ഏതൊക്കെ ചാപ്റ്ററുകൾ ഓരോ മൊഡ്യൂളിലും നോക്കണം, അതല്ലാതെ ഏതൊക്കെ ടോപ്പിക്കുകൾ നല്ല പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ നമുക്കിന്ന് പറയാം. ഒരു ബ്ലൂ പ്രിന്റ് എന്നുള്ള രീതിയിൽ. പക്ഷേ മറ്റു പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 10th പ്രിലിംസിനാണെങ്കിൽ നമുക്കറിയാം 6 മൊഡ്യൂളുകൾ 6x10 60 മാർക്ക്, നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും 2x10 20 മാർക്ക്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്ക്, ഇങ്ങനെ 100 മാർക്കാണ്. അപ്പോൾ ഇവിടെ ഓരോ ഏരിയയിൽ നിന്നും 10 മാർക്കാണ്. ആ ടോപ്പിക്കുകളും അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏതെങ്കിലും കുറച്ച് ടോപ്പിക്ക് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുന്നതിൽ ഇവിടെ കാര്യമില്ല. നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് പോലെ അങ്ങനെ ഒരു സെലക്ടീവ് സ്റ്റഡിക്ക് ഇവിടെ സ്കോപ്പ് ഇല്ല. നമുക്കിത് ക്ലിയർ ചെയ്യണമെങ്കിൽ മാക്സിമം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അവസാനത്തെ ഈ 3 ആഴ്ച നിങ്ങൾ എന്തൊക്കെ ഒന്നുകൂടെ എടുത്ത് റിവിഷൻ ചെയ്യേണ്ടതുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിൽ ചിലതൊക്കെ നിങ്ങൾ പഠിച്ചത് റിവിഷൻ ചെയ്യാനായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ചില ഏരിയകൾ ഉണ്ടാവും. അത് ഈ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ ആ ചാപ്റ്ററുകളൊക്കെ ഒന്ന് നന്നായിട്ട് എടുത്ത് പഠിക്കുക. അതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 തുടങ്ങാം. മൊഡ്യൂൾ 1 ആനുകാലികമാണ്. ഓക്കെ, കറണ്ട് അഫേഴ്സ് ആണ്. അപ്പം കറണ്ട് അഫേഴ്സ് ഈ ഒരു 10th ലെവൽ പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതിൽ പ്രാധാന്യം ഇന്ത്യക്കും കേരളത്തിനും തന്നെയാണ് പ്രാധാന്യം. പുറത്തേക്ക് അധികം അങ്ങനെ ഇറങ്ങാറില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രധാന സംഘടനകൾ, ആ സംഘടനകളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്ത് നടന്നിട്ടുള്ള ഉച്ചകോടികൾ, അത് എവിടെ വെച്ച് നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ ഹൈ ലെവലിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല ഇവിടെ 10th ലെവൽ പ്രിലിംസിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, സുപ്രധാന പദവികളിലുള്ള നിയമനങ്ങൾ. ഇപ്പം അടുത്ത കാലത്ത് നടന്നിട്ടുള്ള പ്രധാന നിയമനങ്ങൾ, ഇന്ത്യയിലെയും കേരളത്തിലെയും ഓരോ പദവികളും അതിൻ്റെ നിയമനങ്ങളും പഠിച്ചു വെക്കുക. പിന്നെ അവാർഡുകൾ, നേട്ടങ്ങൾ, അത് കല, കായികം, സാഹിത്യം, സിനിമ, സാംസ്കാരിക മേഖല, ഈ മേഖലകളിലുള്ള അവാർഡുകൾ, ഓരോ അവാർഡുകളും പ്രധാന അവാർഡുകൾ ആർക്ക് കിട്ടി, പ്രത്യേകിച്ചും കായിക മേഖല, സാഹിത്യ മേഖല ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. പിന്നെ സിനിമ, അതും ചോദിക്കാറുള്ളതാണ്. പിന്നെ പത്മ അവാർഡ്, ഓക്കെ, പത്മശ്രീ മുതൽ അങ്ങോട്ടേക്കുള്ളത് പ്രധാനപ്പെട്ടതൊക്കെ നോക്കി വെക്കുക. ദെൻ സ്പോർട്സിൽ അവാർഡുകളല്ലാതെ പിന്നെ ഒളിമ്പിക്സുകളിലെ ഇന്ത്യ എന്നുള്ളത്, അത് കഴിഞ്ഞത് മാത്രമല്ല പഴയ ഒളിമ്പിക്സിലുള്ള ചോദ്യം ചോദിക്കുക. അവിടെ കറണ്ട് അഫേഴ്സിന് പകരം ചിലപ്പോൾ പഴയ ചോദ്യം എന്നുള്ള രീതിയിൽ കടന്നു വരാറുണ്ട്. ചിലപ്പോൾ കുറച്ച് പഴയതൊക്കെ അങ്ങനെ വരാറുണ്ട് സബ്ജക്ട് വൈസ് കറണ്ട് അഫേഴ്സ് ആകുമ്പോൾ. പിന്നെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും IPL പ്രധാന കാര്യങ്ങൾ, പിന്നെ മലയാളികൾ, ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളികൾ, അതേപോലെ IPL കളിച്ച മലയാളികൾ, അതൊക്കെ ഒന്ന് പ്രത്യേകം നോക്കി വെക്കുക സ്പോർട്സിന്റെ കാര്യത്തിൽ. ദെൻ സ്പോർട്സ് ഇവന്റ്സ്, ഇനി ഇപ്പോൾ നടന്ന തൊട്ടടുത്ത കാലത്തായി നടന്നതും ഇനി നടക്കാൻ പോകുന്നതുമായിട്ടുള്ള, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സ്പോർട്സ് ഇവന്റ്സ്, അതിൻ്റെ വേദികൾ, അവിടങ്ങളിൽ വന്നിട്ടുള്ള എന്തെങ്കിലും പുതിയ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോക്കുക സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ എന്തായാലും ചോദ്യം ഉറപ്പിക്കാവുന്ന ഒരു ഏരിയയാണ് ദിനാചരണം. ഇവിടെ നിന്നുള്ള കറണ്ട് അഫേഴ്സ് ചോദ്യം ഒരുപക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിൻ്റെ തീം എന്താണെന്നുള്ളതായിരിക്കും. ഈ ഒരു വർഷത്തെ ആചരണത്തിന്റെ തീം, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള, അല്ലെങ്കിൽ തൊട്ട് മുമ്പേ കഴിഞ്ഞ വർഷത്തിന്റെ ആ ഒരു തീമായിരിക്കും. അല്ലെങ്കിൽ ആ ദിനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയായിരിക്കും. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് തന്നെയാണ്. അത് കറണ്ട് അഫേഴ്സ് ചോദ്യമാണ്. അങ്ങനെയാണ് കൂടുതലും പരീക്ഷയിൽ വന്നിട്ടുള്ളത്. പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ISROയും DRDOയും നന്നായിട്ടൊന്നുകൂടെ റിവിഷൻ ചെയ്യുക. പ്രത്യേകിച്ചും ISRO ആയിരിക്കും എന്തായാലും ചോദ്യം ഉറപ്പിക്കാവുന്ന ഒരു ഏരിയ ആണ്. പിന്നെ കേരളത്തിലെ പദ്ധതികൾ, പ്രധാന പദ്ധതികൾ, ആരോഗ്യക്ഷേമ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, മറ്റു പ്രധാന നേട്ടങ്ങൾ, അതായത് കേരളം ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാവും. അത് അങ്ങനെ തന്നെ കിട്ടും. ഇതൊക്കെ നമുക്ക് അർച്ചന മിസ്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഈ പരീക്ഷ അടുപ്പിച്ച അത്തരം ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിൽ നൽകാൻ വേണ്ടിയിട്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്താൽ തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളുടെ നോട്ട്സ് നിങ്ങൾക്ക് ChatGPT ജെമിനി വഴിയോ ഒക്കെ കിട്ടുകയും ചെയ്യും. ഓക്കെ, ദെൻ ബജറ്റ്, ഓക്കെ, കേരളത്തിൽ മതി, ഇന്ത്യയിൽ അത് വലിയ ലെവലിലൊന്നും വേണ്ട. ദെൻ സാമ്പത്തിക സൂചികകൾ, അല്ലെ, നമ്മൾ ചില സൂചികകളൊക്കെ ഉണ്ടല്ലോ, നീതി ആയോഗിന്റെ സൂചിക, അതേപോലെ അത് മാത്രമല്ല മാനവ സന്തോഷ സൂചിക, മാനവ വികസന സൂചിക, അതിൽ നമ്മുടെ സ്ഥാനം എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം മതി ഇവിടെ കേട്ടോ പ്രിലിംസിന്റെ കാര്യത്തിൽ. പിന്നെ പ്രമുഖരുടെ മരണം, അടുത്തിടെ അന്തരിച്ച പ്രമുഖരായിട്ടുള്ള ആളുകൾ, അവരേത് മേഖലയിലാണ്, അവരുടെ പ്രധാന സംഭാവന എന്താണെന്നുള്ളത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഇന്ത്യയും കേരളവും വിട്ട് പഠിക്കുമ്പോൾ ഈ ഒരു ലെവലിൽ മതി. അന്തർദേശീയ സംഘടനകൾ, പ്രധാന സംഘടനകളും അവയുടെ ഉച്ചകോടികൾ, അടുത്തിടെ നടന്ന ഉച്ചകോടികൾ എവിടെ നടന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യം. ചിലപ്പോൾ അവിടെ നിന്നുള്ള കറണ്ട് അഫേഴ്സ് ചോദ്യം കറണ്ട് അഫേഴ്സ് അല്ലാതെ അങ്ങോട്ടായിട്ട് മാറും. ഏതെങ്കിലും സംഘടനയുടെ ആസ്ഥാനം ചോദിക്കുന്ന രീതിയിലേക്ക് അങ്ങോട്ട് മാറാറുമുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം കറണ്ട് അഫേഴ്സിൽ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് അവിടെ നിന്നുള്ള 10 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ.
ദെൻ മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 5ഉം കൂടി ഞാൻ ഒരുമിച്ചെടുക്കുകയാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രവും കേരള ഭൂമിശാസ്ത്രവും എന്നുള്ള രീതിയിലാണ്. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിഭജന മേഖലകൾ, കേരളത്തിന്റെ പ്രത്യേകത, അങ്ങനെയുള്ള ആ ഒരു മൊഡ്യൂളുകളാണ്. 10 20 മാർക്കിനുള്ള മൊഡ്യൂളാണ്. ഓക്കെ, 2 മൊഡ്യൂളുകളായിട്ട്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട കുറെ SCRT ചാപ്റ്ററുകളുണ്ട്. അത് കൂടാതെ പ്രത്യേകം നിങ്ങൾ അല്ലാതെ നോക്കേണ്ട ചില ടോപ്പിക്കും അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ച ചാപ്റ്റർ തന്നെയായിരിക്കും. പുതിയ പാഠപുസ്തകത്തിൽ ചിലപ്പോൾ ചില ആളുകൾ പഠിച്ചിട്ടുണ്ടാവില്ല എങ്കിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ കുറച്ച് പ്രധാന ചാപ്റ്ററുകൾ, ഒന്ന് 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ നാടറിയാം. ഇത് കേരളത്തെ കുറിച്ചുള്ള ഏക ചാപ്റ്ററാണ് പുതിയ പാഠപുസ്തകത്തിൽ, ഒരൊറ്റ ചാപ്റ്ററേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് എന്തെങ്കിലും വരാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. കാരണം 10 മാർക്ക് ഉണ്ട് ഇവിടെ. അപ്പൊ അതിൽ 1 മാർക്കെങ്കിലും മിനിമം ആ ഒരു ചാപ്റ്ററിന് വരാനുള്ള സാധ്യത കിടക്കുന്നുണ്ട്. പിന്നെ 8ലെ 6ാമത്തെ ചാപ്റ്റർ വിഭവ വിനിയോഗവും സുസ്ഥിരതയും. പിന്നെ 8ലെ 12ാമത്തെ ചാപ്റ്റർ കാർഷിക മേഖലയും നൂതന പ്രവണതകളും. ഈ കാർഷിക മേഖല ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. ഏതെങ്കിലും മൊഡ്യൂളിൽ കിടക്കും. ഇന്ത്യയുടെ കേരളത്തിന്റെ മൊഡ്യൂളിൽ ഉണ്ടാവും. ഇനി അതും അല്ലെങ്കിൽ നാച്ചുറൽ സയൻസിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഏരിയയാണ്. അതുകൊണ്ട് നന്നായിട്ട് നോക്കുക. കാർഷിക മേഖല ആ ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. പിന്നെ 3 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകൾ. ഈ ചാപ്റ്ററുകളിൽ നിന്ന് ചോദ്യം ഇല്ലാതെ ഇനി മുന്നോട്ടുള്ള പരീക്ഷകൾ പോവില്ല. ഉറപ്പായിട്ടും എല്ലാ പരീക്ഷകളിലും ഇനി മുന്നോട്ട് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരും. അതായത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ലോകത്തിന്റെ നെറുകയിൽ, ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച്. 2ാമത്തത് ഉത്തര മഹാസമതലത്തെക്കുറിച്ച്, വിശാല സമതല ഭൂവിൽ. 3ാമത്തത് ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച്. ഓരോ ചാപ്റ്ററുകളായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള PSC പരീക്ഷകളിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. യൂട്യൂബിൽ വിപിൻ സാറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാർ ഈ ചാപ്റ്ററുകളൊക്കെ യൂട്യൂബിൽ തന്നെ ഫ്രീ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ദെൻ 9ാം ക്ലാസ്സിൽ 7ാമത്തെ ചാപ്റ്റർ മണലാരണ്യത്തിലൂടെ തീരങ്ങളിലൂടെ, തീരസമതലത്തെക്കുറിച്ചും മരുഭൂമികളെക്കുറിച്ചുമാണ്. ആദ്യത്തെ 3 ഏറ്റവും ഇമ്പോർട്ടന്റ്, മറ്റു കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യമുള്ളതാണ്. ഈ 5 ചാപ്റ്ററുകൾ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ദെൻ 10ാം ക്ലാസ്സിൽ 8ാമത്തെ ചാപ്റ്റർ സുസ്ഥിരതയിലേക്ക്. ഇത്രയും ചാപ്റ്ററുകളാണ് പുതിയ SCRTയിൽ നിങ്ങൾ ഇന്ത്യയും കേരളവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ കേരളത്തെക്കുറിച്ചുള്ള ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ. എന്തായാലും നോക്കി നോക്കുക കേട്ടോ. ഓക്കെ. ദെൻ പഴയ ടെക്സ്റ്റ് വിടാനായിട്ടില്ല. ഉറപ്പായിട്ടും നമുക്ക് പഴയ ടെക്സ്റ്റ് എന്നുള്ള ചോദ്യങ്ങൾ ഇത്തവണയും ഉണ്ടാവും. അതിൽ 10ാം ക്ലാസ്സിലെ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നുള്ള ചാപ്റ്റർ നോക്കി വെക്കണം. അതായത് അവിടെ വിശദമായിട്ട് ഓരോ മേഖലകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ പാഠപുസ്തകത്തിൽ അത് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഒന്ന് ടച്ച് ചെയ്ത് പോകാന്നുള്ള രീതിയിലേക്ക് ആക്കി കുറച്ചു എന്നുള്ളതാണ്. പിന്നെ പഴയ പാഠപുസ്തകത്തിൽ കേരള ഭൂമിശാസ്ത്രം 2 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നത്. അത് 2 നോക്കുക. കേരളക്കരയിൽ, കേരളം മണ്ണും മഴയും മനുഷ്യനും. ഒന്നുമില്ല, കാര്യമായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റേ ഉള്ളൂ. മലനാട്, ഇടനാട്, തീരപ്രദേശം, അങ്ങനെയൊക്കെയുള്ള വളരെ സിമ്പിൾ ഫാക്ട്സേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുമ്പ്. അപ്പോൾ അതൊന്ന് ഒന്ന് റിവിഷൻ ചെയ്തിട്ടേക്കുക. ഇത് മാത്രമേ പഴയ ടെക്സ്റ്റ് നിന്ന് ഇനി നിങ്ങൾ ഈ ഒരു മേഖലയിൽ പഠിക്കേണ്ടതുള്ളൂ. ഇനി മൊഡ്യൂൾ 3 ഇന്ത്യ ചരിത്രവും മൊഡ്യൂൾ 6 കേരള ചരിത്രവും. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ ചാപ്റ്റർ പുതിയ ടെക്സ്റ്റ് എന്ന് നോക്കണം, പഴയ ടെക്സ്റ്റ് നോക്കണം എന്നുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്ററുകൾ മാത്രമേ ഞാൻ ഇതിൽ എല്ലാത്തിലും അങ്ങോട്ടേക്ക് ചേർക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. കേരള ചരിത്രവും കേരള നവോത്ഥാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ദേശീയ പ്രസ്ഥാനവും കേരളവും, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായിട്ടും ഇവിടെ നിന്ന് ഒരു 3-4 മാർക്ക് തന്നെ കയറി വരും. 3-4 മാർക്ക് ഈ ചാപ്റ്ററിന്, ഈ 2 ചാപ്റ്ററിനായിട്ട് കയറി വരും. നോക്കി വെച്ചോ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇന്ത്യ ചരിത്രത്തിൽ മൊത്തം 10 മാർക്ക് ഉള്ളതിൽ ഇവിടെയും 10 20 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഇവിടെയും ഈ 3-4 ചാപ്റ്ററുകളിനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ചോദ്യങ്ങൾ കടന്നു വരും. സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, ഇത് രണ്ടും തന്നെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ പറ്റുമെങ്കിൽ ഇതുകൂടെ നോക്കി, ഇത് പലരും ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല. ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്നുള്ള ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ച് തന്നെയുള്ള ഒരു ചാപ്റ്റർ ആണത്. കുറച്ച് ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് പലരും വിട്ടേച്ചിട്ടുണ്ടാവും. പക്ഷെ ചില പരീക്ഷകളിൽ ഇനി ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ 3 ചാപ്റ്റർ ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഇത്രയും പുതിയ പാഠപുസ്തകത്തിൽ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ ഇപ്പോൾ. പക്ഷെ പഴയ പാഠപുസ്തകം കൂടെ ഇവിടെ നോക്കണം. ആ പഴയ പാഠപുസ്തകത്തിലുള്ള ഈ ചാപ്റ്ററുകൾ ഇവിടെ വിടാൻ പറ്റില്ല. ഇത്രയും ചാപ്റ്ററുകൾ ഉണ്ട്. എത്ര ചാപ്റ്റർ? 6 ചാപ്റ്റർ. എന്നാൽ ഇന്ത്യ ചരിത്രവും കേരള ചരിത്രവും 10 20 എന്തായാലും നിങ്ങൾക്കൊരു 14 മാർക്ക് വരെ ഇവിടെ നിന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റും. ഈ മൊത്തത്തിലായിട്ട് ഈ ചാപ്റ്ററുകളിൽ നിന്നായിട്ട് 14-15 മാർക്ക് വരെ ഉറപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ ഫുൾ മാർക്ക് ഇവിടെ നിന്ന് തന്നെ ചോദിക്കാം. ചില പരീക്ഷകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ചില പരീക്ഷകളിൽ എന്താണ് ഔട്ട് ഓഫ് SCRT കൂടുതൽ വരാറുണ്ട്. പ്രിലിംസിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം SCRTക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ പ്രിന്റ് ഈ രീതിയിൽ വരുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിൽ 8ാമത്തെ ചാപ്റ്റർ നവകേരള സൃഷ്ടിക്കായി. 9ാമത്തെ ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും പുതിയ പാഠപുസ്തകത്തിലില്ല. അത് ആ ചാപ്റ്ററിന്റെ ഉള്ളിൽ തന്നെ കുറച്ച് കണ്ടന്റ് ഉണ്ട്. പക്ഷേ പുതിയ പാഠപുസ്തകത്തിൽ അങ്ങനെ മാത്രമായിട്ടൊരു ചാപ്റ്റർ ഇല്ല. 10ലെ 5 സംസ്കാരവും ദേശീയതയും, 6 സമരവും സ്വാതന്ത്ര്യവും, 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, 8 കേരളം ആധുനികതയിലേക്ക്. ഇത്രയും ചാപ്റ്ററും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ 4ാമത്തെ മൊഡ്യൂൾ
പൗരന്റെ അവകാശങ്ങൾ, ചുമതലകൾ, പിന്നെ ദേശീയ പതാക, ദേശീയ ചിഹ്നം, ഇങ്ങനെയൊക്കെയുള്ള ആ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു മൊഡ്യൂൾ ഉണ്ടല്ലോ, ആ മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ പുതിയ പാഠപുസ്തകത്തിലെ 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. കൂടുതൽ ചോദ്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് വരും. ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും എന്നുള്ള ചാപ്റ്ററും ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നുള്ള ചാപ്റ്റർ നോക്കണം. കാരണം ഇവിടെ ഈ ഒരു ഏരിയയിൽ പറയുന്ന ചില കമ്മീഷനുകളെ കുറിച്ചൊക്കെ കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്, അത് നോക്കി വെക്കുക. ഇത്രയും ചാപ്റ്ററെ പുതിയ പാഠപുസ്തകത്തിൽ ഇവിടെ പഠിക്കേണ്ടതുള്ളൂ. പിന്നെ പഴയ പാഠപുസ്തകത്തിൽ നിന്ന് ഈ 2 ചാപ്റ്റർ മാത്രം എടുക്കുക, ജനാധിപത്യവും അവകാശങ്ങളും. അവിടെയും പൗരന്റെ അവകാശങ്ങൾ എന്നുള്ളതിൽ നമുക്ക് വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പിന്നെ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും പുതിയ പാഠപുസ്തകത്തിലും ഉണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ജസ്റ്റ് റിവിഷൻ മാത്രമാണ്, ഒരു 5-10 പോയിന്റ്സ് അധികം കിട്ടും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് പൂർത്തിയാക്കണം. ഇവിടെയും ഈ മൊഡ്യൂളും 10 മാർക്കാണ്. പക്ഷെ ഇവിടെ 10ൽ ഒരു 5 വരെയൊക്കെ നമുക്ക് 4 or 5 വരെയൊക്കെ ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഈ ടോപ്പിക്കുകൾ നല്ല പ്രാധാന്യം കൊടുക്കണം. അതായത് മൊഡ്യൂൾ 2 മുതൽ 6 വരെയുള്ള എല്ലാം കൂടെ ചേർത്താണ്. ഒന്ന് കറണ്ട് അഫയേഴ്സ് ഒഴിച്ച് 2, 3, 4, 5, 6 മൊഡ്യൂളുകളിലുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ മൊഡ്യൂൾ ഉണ്ടല്ലോ, ഏത്? യെസ്, അവകാശങ്ങൾ, ചുമതലകൾ, കൂടാതെ ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ചിഹ്നം. അത് നിങ്ങൾ സോ കോൾഡ് റാങ്ക് ഫയൽ ഉണ്ടല്ലോ, പഴയ റാങ്ക് ഫയൽ മെറ്റീരിയൽ കയ്യിലുള്ള, അത് വെച്ച് തന്നെ ഒന്ന് റിവിഷൻ നന്നായിട്ട് ചെയ്യാം. അതിൽ ഈ മൊഡ്യൂൾ എല്ലാത്തിലും കൂടെ നിങ്ങൾ പുറത്തുനിന്ന് നന്നായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ, അതിർത്തികളും അതിരുകളും, അതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയിരിക്കും. അതിർത്തി രേഖകൾ, കാര്യങ്ങൾ, ഇന്ത്യയുടെ തെക്കേയറ്റം, വടക്കേയറ്റം, അങ്ങനെ ഓരോ അതിർത്തികളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി വെക്കുക. ഓക്കെ, അത് SCERT കിട്ടില്ല. ഇന്ത്യയുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, ഇത് എന്തായാലും പാഠപുസ്തകത്തിൽ നിന്ന് കാര്യമായിട്ട് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് റിവിഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അത് ഒന്ന് റിവിഷൻ ചെയ്യാം. മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അല്ലാതെ വെറും SCERT മാത്രം പഠിച്ചാൽ മതി 10th പ്രിലിംസിൽ എന്ന് വിചാരിച്ചേക്കരുത്. 10th പ്രിലിംസിന് SCERTക്ക് നല്ല പ്രാധാന്യം കിട്ടും. പക്ഷേ ഈ ഏരിയകളൊന്നും നന്നായിട്ട് റിവിഷൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് പണിയായിട്ട് മാറും. ഇത് പ്രത്യേകിച്ചും ഇവിടെ നിന്ന് ഒരു 4 മാർക്കിന് വരെ ചോദ്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ അത് 5 മാർക്ക് വരെ ആയിട്ട് മാറാം. വെറും ഈ 2 കമ്മീഷൻ മാത്രമാണ് നോക്കാനുള്ളത്. ഓക്കെ, യെസ്. പിന്നെ കേരളം, അടിസ്ഥാന വിവരങ്ങൾ, കേരളം. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ആ മൊഡ്യൂൾ ഉണ്ടല്ലോ, അതിൽ 10 മാർക്ക് ഉണ്ട്. പക്ഷെ അതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതില്ല, ആകെ 1-2 ചാപ്റ്ററിലേ ഉള്ളൂ. പഴയതിലും പുതിയതിലായിട്ട് 3 ചാപ്റ്ററുകൾ മാത്രമേ SCERTയിലുള്ളൂ. അപ്പൊ അവിടെ ആ 10ൽ 1 മാർക്ക് എങ്ങാനും SCERTന്ന് വരും. ബാക്കി 9 മാർക്കും ഭൂരിഭാഗം ചോദ്യ പേപ്പറുകളിലും വരുന്നത് അതല്ലാതെയാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം നന്നായിട്ട് റിവിഷൻ ചെയ്തിരിക്കണം. കേരളം, അടിസ്ഥാന വിവരങ്ങൾ, ജസ്റ്റ് വലുതും ചെറുതും കാര്യങ്ങളും ആ രീതിയിൽ പഠിച്ചാൽ മതി. അല്ലാതെ ഫുൾ കണ്ടന്റ് ജില്ലകളൊന്നും എടുത്ത് വെച്ച് ഓരോന്നായിട്ട് പഠിക്കാൻ പോകണ്ട. നിങ്ങൾക്ക് അത് തീർക്കാനേ സമയം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും തീരില്ല. അപ്പൊ അത് അവിടെ വെച്ചിട്ട് ആദ്യം നദികളും കായലുകളും പഠിക്കുക കേരളത്തിലെ. അത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും 1-2 മാർക്ക് കയറി വരും. പിന്നെ കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, പ്രത്യേകിച്ചും ജലവൈദ്യുത പദ്ധതിയാണ് കൂടുതലും ചോദിക്കുക. 1 മാർക്ക് അവിടെ എന്തായാലും ഉണ്ടാവും. പിന്നെ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും 1-2 മാർക്ക് വന്നേക്കാം. ഓക്കെ, പിന്നെ കേരളത്തിലെ മത്സ്യബന്ധനം 1 മാർക്ക് ഉണ്ടാവും. കേരളത്തിലെ കായിക രംഗം 1 മാർക്ക് ഉണ്ടാവും. പിന്നെ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട്, കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് നവോത്ഥാന നായകന്മാർ അവിടെ അതിൽ തന്ന ആളുകൾ നന്നായിട്ട് നോക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവുമാണ് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ളത്. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ അല്ലാതെ റിവിഷൻ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ SCERT ചാപ്റ്ററുകളും ഈ ടോപ്പിക്കുകളും മാത്രം റിവിഷൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ 80 മാർക്കിൽ ഒരു 70 മാർക്ക്, 60-70 മാർക്കിനടുത്ത് സിമ്പിളായിട്ട് നേടാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയ സാധനങ്ങളാണ് തന്നിട്ടുള്ളത്, മൊത്തത്തിലുള്ളതിന്റെ കുറച്ച് ഭാഗം മാത്രം. ഓക്കെ, ഇത് മാത്രം എന്ന് പറഞ്ഞാൽ ഇത് മാത്രം നോക്കിയാലല്ലേ, ഇനി എന്തുണ്ട്? ഇതിപ്പോ എത്ര മാർക്കിന്റെ ആയിട്ടുള്ള 6 മൊഡ്യൂള് 60 മാർക്ക്, 6 × 10 60 മാർക്കിൻ്റെ ആയിട്ടുള്ളൂ. ഇനി നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും 2 മൊഡ്യൂൾ ഉണ്ട് അല്ലെ, 2 × 10 20 മാർക്കിനുള്ള മൊഡ്യൂൾസ് ഉണ്ട്. പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്, അതും പറഞ്ഞുതരാം. ഇനി നാച്ചുറൽ സയൻസ് SCERTയിൽ 34 ചാപ്റ്റർ ഉണ്ട്. അതിലൊരു 24 ചാപ്റ്ററാണ് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് വിട്ടേക്ക്. ഈ 24 ഒന്ന് റിവിഷൻ ചെയ്യുക. ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ ചെറിയ ക്ലാസ് എന്നുള്ളതാണ്, വേഗത്തിൽ തീരുന്ന സാധനമാണ്. വെറുതെ കുത്തി മറിഞ്ഞ് നിൽക്കണ്ട. കോർ കണ്ടന്റ് മാത്രം ഓടിച്ചു പോയാൽ മതി. പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട ഒറ്റയല്ലൊരു ജീവിയും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, രോഗം പടരാതിരിക്കാൻ. പിന്നെ ഇന്ദ്രിയജാലം, സെൻസ് ഓർഗൻസിനെ കുറിച്ചുള്ള ആദ്യ ചാപ്റ്റർ ആണ്. പിന്നെ ആഹാരത്തിലൂടെ ആരോഗ്യം, ജീവന്റെ കുഞ്ഞറകൾ, കോശങ്ങളെ കുറിച്ചുള്ള ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി, രോഗങ്ങളെ കുറിച്ചുള്ള ചാപ്റ്റർ തന്നെയാണ്. ഏകദേശം പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ആരോഗ്യപരമായ ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിളയിക്കാം നൂറുമേനി, കാർഷിക മേഖല ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെയും ഇവിടെയൊക്കെ ചോദ്യം ഉണ്ടാവും. അവിടെ ഒരു ചാപ്റ്ററും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്.
ഓക്കെ, വിളയിക്കാൻ നൂറുമേനി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹ്യൂമൻ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, കുറേ ചാപ്റ്ററുകളുണ്ട്. അതിൽ ദഹനത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുക. ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ നല്ല പ്രാധാന്യം കൊടുക്കണം. കാരണം അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആരോഗ്യ വിജ്ഞാനം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ദഹനം കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ തവണ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം. പരിസ്ഥിതിയെ നോവിക്കാതെ, പരിസ്ഥിതി പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ആണ്. പിന്നെ സുരക്ഷിത ഭക്ഷണം, ഇതാ ഞാൻ പറഞ്ഞത് കൃഷിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ ചാപ്റ്റർ, കാർഷിക മേഖല. ഈ 2 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണേ. നട്ടു നനയ്ക്കാം, നന്മകൾ കൊയ്യാം. പിന്നെ ജീവന്റെ ഉത്ഭവം, ജീവികളുടെയും കോശങ്ങളും കോശജാലങ്ങളും, നേരത്തെ അതിന്റെ ബാക്കി, വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഓക്കെ, ദെൻ കുഞ്ഞായി മാറുന്ന കോശങ്ങൾ, പ്രത്യുൽപാദനം, അതിനുശേഷമുള്ള മാറ്റങ്ങൾ, കാര്യങ്ങളൊക്കെയാണ്. ജീവൽ പ്രക്രിയകളിലേക്ക്, അതും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദഹനവും പോഷക സംവഹനവും. അറിയാൻ നിങ്ങൾക്ക് മുമ്പൊക്കെ പ്രിലിംസിൽ സ്ഥിരം ഈ പല്ല് അല്ലേ, ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട പല്ല് മുതൽ അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ, ഉടലും കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ, അതെല്ലാം വരുന്ന ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. അതുകൊണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ശ്വസനവും വിസർജനവും, ചലനത്തിന് പിന്നിൽ പ്രത്യുൽപാദന ആരോഗ്യം, ഈ ചാപ്റ്ററുകൾ. സംവേദനങ്ങൾക്ക് പിന്നിൽ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ. സെൻസ് ഓർഗൻസിന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന ചാപ്റ്റർ ഇതാണ്. ഇത് ഹോർമോണുകളെ കുറിച്ചുള്ള ചാപ്റ്റർ. ഇത് 5 മുതൽ 10 വരെയുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ബയോളജിയിൽ. രോഗങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്ന ചാപ്റ്റർ. ഇവിടെ നിന്നാണ് ഏറ്റവും ചോദ്യ സാധ്യത കിടക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അത്രയും ചാപ്റ്റർ റിവിഷൻ ചെയ്യാം. ദെൻ SCERTന്റെ പുറത്തു നിന്നുള്ള ഏരിയ എന്ന് പറയുന്നത് ഒന്ന് വൈറ്റമിൻസ്, മിനറൽസ്, അവയുടെ അപര്യാപ്തത രോഗങ്ങൾ നോക്കി വെക്കുക. നന്നായിട്ട് എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്കാണ്, നമ്മൾ തന്നെ പല പ്രാവശ്യം യൂട്യൂബിലൊക്കെ എടുത്തിട്ടുള്ളതാണ്. ആരോഗ്യക്ഷേമ പദ്ധതികൾ, കേരള സർക്കാരിൻ്റെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, അതൊന്ന് നന്നായിട്ട് നോക്കുക. ഓക്കെ, ഇത്രയുമാണ് നാച്ചുറൽ സയൻസിൽ 10 മാർക്ക് ഉറപ്പിക്കാൻ ചെയ്യേണ്ടത്. ഇനി ഫിസിക്കൽ സയൻസിന്റെ കാര്യം. ഫിസിക്കൽ സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും വരുമല്ലോ, രണ്ടും കൂടെ 10 മാർക്കാണ്. 53 ചാപ്റ്ററുകളുണ്ട്. 30ഉം 20 അല്ല, 30ഉം 23 അല്ല, അങ്ങനെ 53 ചാപ്റ്ററുകളുണ്ട്. അതിൽ 29 ചാപ്റ്ററുകളാണ് ഞാൻ സെലക്ട് ചെയ്ത് ഇവിടെ തന്നിട്ടുള്ളത്. അതൊന്ന് റിവിഷൻ ചെയ്യാം. പഠിച്ചിട്ടുണ്ടാവും, അതൊന്ന് ജസ്റ്റ് റിവിഷൻ ചെയ്യാം. 5ാം ക്ലാസ്സിലെ മുതൽ ഊർജ സ്രോതസ്സുകൾ, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ, 6-8 ചലനം നിത്യജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ്. പിന്നെ 7-2 ആസിഡും ബേസുകളും. ആസിഡും ബേസും പറഞ്ഞ ടോപ്പിക് നിങ്ങൾക്ക് ഇല്ലാലോ, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, നിത്യജീവിതത്തിലെ രസതന്ത്രത്തിൽ സ്ഥിരം ചോദിക്കാറുള്ള ആസിഡും ബേസും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ദെൻ പ്രകാശത്തെക്കുറിച്ചുള്ള ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ താപം, നിത്യജീവിതത്തിൽ ഒരൊറ്റ ചാപ്റ്ററേ താപം ഊഷ്മാവ് ടോപ്പിക്കാണ്, സ്ഥിരം ചോദിക്കുന്ന ടോപ്പിക്കാണ്, ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ, അത് നോക്കുക. ആകാശവിസ്മയങ്ങൾ, അളവുകളും യൂണിറ്റുകളും സിലബസിൽ പ്രത്യേകം കൊടുത്തിട്ടില്ല, പക്ഷേ ഈ ഏരിയ എന്നാണ് ചോദ്യം വരിക. കാരണം മറ്റുള്ള എല്ലാ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള അവയുടെയൊക്കെ യൂണിറ്റുകളെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നേരിട്ട് ചോദ്യം വരാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ആണ്. അതേപോലെ ഇതും ചലനവും ബലവും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മർദ്ദം, പിന്നെ കെമിസ്ട്രിയിലെ മൂലകങ്ങളും സംയുക്തങ്ങളും, ലോഹങ്ങളും അലോഹങ്ങളും, അല്ല 8ാം ക്ലാസ്സിലെ ചാപ്റ്ററുകളാണ്. പിന്നെ 8ാം ക്ലാസ്സിലെ ഗോളീയ ദർപ്പണങ്ങൾ. പിന്നെ 8ാം ക്ലാസ്സിൽ 13ാമത്തെ ചാപ്റ്റർ ആസിഡ്, ബേസ്, ലവണം, നേരത്തെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ. ആ 2 ചാപ്റ്റർ നോക്കിയാൽ നിത്യജീവിതത്തിലെ രസാന്തരത്തിനുള്ള ചോദ്യം മിക്കവാറും കിട്ടും. പിന്നെ ജലം, ഹൈഡ്രജനും ഓക്സിജനും പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ ജലത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ ചോദ്യം. യെസ്. ദെൻ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി. 8 വരെ ബേസിക് സയൻസ് എന്നുള്ള രീതിയിലാണല്ലോ പുസ്തകം, 9ലാണല്ലോ കെമിസ്ട്രി ഫിസിക്സ് എന്ന് മാറുന്നത്. അപ്പോൾ 9ലെ കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആറ്റത്തിന്റെ ഘടന. പിന്നെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, വ്യത്യാസമല്ല ഇലക്ട്രോൺ വിന്യാസവും, ഈ 2 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ 3 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ചോദ്യം മിക്കവാറും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. പിന്നെ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. വാതക നിയമങ്ങളും പല പരീക്ഷകളിലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രിലിംസിന് അതൊരു ഹോട്ട് ടോപ്പിക് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ബോയിൽ നിയമവും ചാൾസ് നിയമവും അവോഗാഡ്രോ നിയമവും ഒക്കെ. പിന്നെ 10ലെ 6ാമത്തെ ചോദ്യം ലോഹങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. 9ലെ 1, അതായത് കെമിസ്ട്രിയിൽ 1ാമത്തെ ചാപ്റ്റർ പ്രകാശത്തിന്റെ അപവർത്തനം. പ്രകാശം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ചലന നിയമങ്ങൾ, അതിനിടയിൽ ചലന സമവാക്യങ്ങളുണ്ട്, അതിനേക്കാളും പ്രാധാന്യം ചലന നിയമങ്ങൾക്കാണ്. ഗുരുത്വാകർഷണം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. പ്ലവക്ഷമ ബലവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. പിന്നെ പ്രവൃത്തി ഊർജ്ജവും, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ചേർത്തിരിക്കുന്നതിനിടയിൽ അതല്ലാത്ത ചാപ്റ്ററുകൾ ഞാനങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ശബ്ദം ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദ തരംഗങ്ങൾ, ലെൻസുകൾ, കാഴ്ചയു വർണ്ണങ്ങളുടെ ലോകവും. ഇത്രയും ചാപ്റ്ററുകളെ തന്നിട്ടുള്ളൂ. ഓക്കെ, 53ല് എത്ര ചാപ്റ്റർ തന്നത് ഞാൻ?
29 ചാപ്റ്ററുകളാണ്. ഇവിടെ തന്നെയാണ് നിങ്ങളുടെ SCERT ചോദ്യങ്ങൾ വരിക. പിന്നെ ഫിസിക്കൽ സയൻസിൽ 10 മാർക്ക് ഉള്ളതിൽ ഒരു 3-4 ചോദ്യങ്ങൾ ഔട്ട് ഓഫ് SCERT ഉണ്ടാവും. ഒരു മിക്കവാറും 3 ചോദ്യത്തോളം ഔട്ട് ഓഫ് SCERT ആയിരിക്കും. അത് അയിരുകളും ധാതുക്കളും, ഒരുപക്ഷെ ലോഹങ്ങളെ കുറിച്ചുള്ള ആ ചാപ്റ്ററിൽ അലൂമിനിയത്തിന്റെ അയിര്, ഇരുമ്പിന്റെ അയിര് മാത്രമേ പറയുന്നുള്ളൂ. ചില പരീക്ഷകൾ അത് പുറത്തേക്ക് കടന്നു പോകുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് നോക്കി വെക്കുക. പ്രധാന അയിരുകൾ, ധാതുക്കൾ, അതിൽ നിന്ന് ഏതാണ് ലോഹം വേർതിരിച്ചെടുക്കുന്നതല്ല. മിക്കവാറും അതിനെക്കുറിച്ചുള്ള ചോദ്യം ആ ഒരു ലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ തന്നെയാണ് 90% വരാറുള്ളത്. 10% പുറത്തേക്ക് ഇറങ്ങും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അയിരുകൾ, ധാതുക്കൾ മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ഹൈഡ്രജനും ഓക്സിജനും പ്രധാന പോയിന്റ്സുകൾ അതും പുറത്തുനിന്ന് പഠിച്ചു വെക്കുക. അതേപോലെ ദ്രവ്യവും പിണ്ഡവും, ദ്രവ്യത്തിന്റെ അവസ്ഥകൾ നോക്കി വെക്കുക. ദ്രവ്യത്തിന്റെ എല്ലാ അവസ്ഥകളും നോക്കി വെക്കുക. ഊർജവും പരിവർത്തനവും, അത് SCERT ഊർജം പ്രവൃത്തി എന്നൊക്കെ പറയുന്ന പോലെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഓരോ ഉപകരണത്തിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഒന്ന് നോക്കി വെച്ചേക്കണേ, ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ സൗരയൂഥം SCERT വലിയ കാര്യമായിട്ടില്ല. ആകാശവിസ്മയം എന്നുള്ള ചാപ്റ്റർ ഉണ്ടാവും, നോക്കുക. അത് കൂടാതെ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, അങ്ങനെയുള്ള കണ്ടന്റുകൾ അതൊന്ന് ഒരു റാങ്ക് ഫയൽ കണ്ടന്റ് പോലെയുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുക. അതൊക്കെ റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് സെറ്റായി. അപ്പോൾ 60 + 20 80 മാർക്കായി. ഓക്കെ, നിങ്ങൾ കണ്ടതാണ് CPO നമ്മുടെ ബ്ലൂ പ്രിന്റ്. ഒരു 85% ചോദ്യങ്ങൾ അവിടെ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അത് ഏത് പരീക്ഷയിലായാലും ബ്ലൂ പ്രിന്റിൽ ഏകദേശം അത് മൊത്തം പഠിക്കാനുള്ളതിന്റെ ഒരു 1/4 ഭാഗത്തോളമാണ് ഞാൻ തരുന്നത്. എന്നിട്ട് അതിൽ നിന്ന് 75-80% വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു കാര്യവും നിങ്ങൾക്ക് ഒരു അധ്യാപകന് ചെയ്തു തരാൻ പറ്റില്ല. അതുകൊണ്ട് അതെങ്കിലും ഇനി നിർബന്ധമായിട്ട് റിവിഷൻ ചെയ്യുക. ആ സമയത്ത് ഇതെല്ലാം നോക്കണം, അത് ഞാൻ മൊത്തം ഇങ്ങനെ തന്നെ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം പഠിച്ചു അത് തന്നെ നോക്കട്ടെ എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് റിവിഷൻ ചെയ്യാം. ഇനി മാത്സിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇതൊന്നും മാത്സ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്ന ടീമുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ കമ്പനി ബോർഡ് LGS കുറെ പേരുണ്ട്, അവർക്കാണ് ഇത് പണിയാവുക. കാരണം ഇതൊരു പ്രിലിംസ് ഒറ്റയ്ക്കൊന്നല്ലേ, വെബ്കോ LD ആയാലും കമ്പനി ബോർഡ് LGS ആയാലും മറ്റു അതിനിടയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾക്കായാലും എല്ലാത്തിനും കൂടി ഈ ഒരു പ്രിലിംസ് ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, വെബ്കോ LD നോക്കുന്നവരിൽ പല ആൾക്കാരും ഉണ്ടാവും, എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആളുകളും ഉണ്ടാവും. കമ്പനി ബോർഡ് LGSും അതേപോലെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ആളുകളൊന്നും ചിലപ്പോൾ കമ്പനി ബോർഡ് LGS കിട്ടിയാലും പോകണമെന്നില്ല. LDCയോ അതിന് മുകളിലോട്ടുള്ള തസ്തികകൾ എയിം ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അവരും കൂടി ഈ പ്രിലിംസ് ചെയ്യുന്നത് കൊണ്ട് കമ്പനി ബോർഡ് LGSന്റെ ആ ഒരു പരീക്ഷ എഴുതിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഭൂരിഭാഗവും അത് ആഗ്രഹിക്കാത്ത ആളുകളായിരിക്കും ഉണ്ടാവുക. ആഗ്രഹിക്കാത്ത മീൻസ് അതിനിടയിൽ വേറെ കിട്ടിയാൽ അത് ഉപേക്ഷിക്കാൻ സാധ്യതയുള്ള ആളുകളായിരിക്കും. ഇത് മാത്രം എയിം ചെയ്യുന്ന വാരിയസ് LGS, കമ്പനി ബോർഡ് LGS, ഇത് മാത്രം എയിം ചെയ്യുന്ന വലിയൊരു ശതമാനം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അവർ ആ ലെവലിൽ പഠിക്കുമ്പോൾ ആ ലെവലിലേക്ക് മത്സരിച്ച് നിങ്ങൾ എത്തിയില്ല എങ്കിൽ മാത്സിലുള്ള 20 മാർക്ക് എനിക്ക് ടഫാണ്, ആ കമ്പനി ബോർഡ് LGSന്റെ മാത്സിൽ അന്നേരം എന്തെങ്കിലുമൊക്കെ ആക്കാം, അതിലെന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് ഇവിടെ മാത്സിന് നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പണിയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരാഴ്ചയെങ്കിലും അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന കുറച്ച് ടോപ്പിക്കുകൾ അതിൽ നിന്ന് പഠിച്ചിട്ട് അതിൽ മാർക്ക് ഉറപ്പിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പഠിക്കാം. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പല ടൈപ്പ്, ഇഷ്ടംപോലെ പല ടൈപ്പ് ചോദ്യങ്ങൾ വരാം. അപ്പൊ അതെല്ലാം പഠിച്ചു തീർക്കൽ മാത്സ് തീരെ ഐഡിയ ഇല്ലാത്തവരെ സംബന്ധിച്ച് അപ്രായോഗികമാണ്. അവരെന്ത് ചെയ്യുക, ആ ബോർഡ് മാത്സ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം അത് ഇവിടെ അല്ലെങ്കിൽ അവിടെ മെന്റൽ എബിലിറ്റിയിലുണ്ട്, ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയ, അപ്പൊ അവിടെയും വരാം. അപ്പൊ അതുകൊണ്ട് ആ പരിപാടി അറിഞ്ഞിരിക്കുക, ബോർഡ് മാത്സ്. പിന്നെ ലസാ ഗുസാഗെ നിങ്ങൾ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ്, അത് ചെയ്യുക. ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും കുറച്ച് പാടാണ്. അതിലൊരു കാര്യം ചെയ്യാം, ഭിന്നസംഖ്യകൾ കാണിച്ചു തന്നാൽ വലുത് ചെറുത് മനസ്സിലാക്കാനുള്ള ആരോഹണ ക്രമം അവരോഹണ ക്രമം ആ പരിപാടി ഉണ്ടല്ലോ, കൂട്ടത്തിൽ വലുതേത് ചെറുതേത് അതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. എനിക്ക് കുറച്ച് ട്രിക്സ് ഉണ്ടല്ലോ, ആ ട്രിക്സ് ഉപയോഗിച്ച് അതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിൽ പോട്ടെ. വർഗവും വർഗമൂലവും, വർഗം പഠിക്കാം. വർഗമൂലം കണ്ടുപിടിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുള്ളത് അങ്ങനെ വരാറില്ല, അങ്ങനെ സ്ഥിരം വരാറില്ല. വർഗം കണ്ടുപിടിക്കുന്നവർക്ക് ചെയ്തു വെക്കാൻ പറ്റുമല്ലോ. ആ വർഗം ഉപയോഗിച്ച് എന്തെങ്കിലും ടൈപ്പ് ചോദ്യങ്ങൾ വന്നാൽ വേറെ എവിടെയെങ്കിലും ചിലപ്പോൾ കിട്ടുകയും ചെയ്യും, ചിലപ്പോൾ ഈ പറയുന്ന സീരീസിന്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഗുണകരാവും. അതുകൊണ്ട് അത് പഠിക്കാം. ശരാശരി പഠിക്കാനും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. ശരാശരി നിങ്ങൾ കുഴപ്പിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്, കുറച്ച് ആൾ കൂടിച്ചേർന്നാൽ അങ്ങനെയുള്ള ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വിചാരിച്ചാൽ ഒപ്പിച്ചെടുക്കാവുന്ന സാധനമാണ്. ഓക്കെ, അതേപോലെയാണ് ലാഭവും നഷ്ടവും സമയവും ദൂരത്തിന്റെയും കാര്യം. ഇവിടെ സമയവും ദൂരവും വേഗതയും എന്ന് പറയുമ്പോൾ അതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഭൂരിഭാഗവും വരാറുള്ളത്, അല്ലേ? ഒരു പോസ്റ്റിന ചെയ്യുന്നതും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്നതും ആ ടൈപ്പ് ചോദ്യങ്ങളാണ് മിക്ക പരീക്ഷകളിൽ അവിടെ വരാറുള്ളത്. പിന്നെ ലാഭവും നഷ്ടവുമാണ് അതിലും
അത്യാവശ്യം കളിക്കാനുണ്ട്, ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കുന്ന ഒരു പരിപാടി നടത്തുക. ഞാനെല്ലാം എനിക്ക് പഠിക്കാൻ പറ്റില്ല, അപ്പോൾ 10 മാർക്ക് ഉണ്ട്, 8 ടോപ്പിക്കേ ഉള്ളൂ, അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ ടോപ്പിക്കിനും മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ 3 ടോപ്പിക്ക് പഠിച്ചാൽ അതിൽ 3-4 മാർക്ക് എനിക്ക് കിട്ടും. അങ്ങനെ എങ്കിലും അവിടെ നിന്ന് മാർക്ക് കുറച്ച് ഉറപ്പിക്കുക. അല്ലാതെ എല്ലാത്തിലും കയറി ചാടി കയറി അതോ നോക്കി ഇതോ നോക്കി അതിൽ ഈ ടൈപ്പ് മാത്രം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തുനിന്നും പഠിച്ചു വെച്ച് ഒരിടത്തുനിന്നും കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് പറ്റുന്നത് അവിടെ നോക്കി വെക്കുക. അതേപോലെ മാത്സിന്റെ കാര്യവും ഗണിതചിഹ്നം ഉപയോഗിച്ചുള്ള ക്രിയകൾ കുറച്ച് പാടാണ്. അതിൽ എന്താണ് ഈ പല ടൈപ്പ് സാധനം വരും. കൂട്ടുക എന്നുള്ളതിന് പറയുന്ന പകരം ഹരിക്കുക എന്നുള്ള കണക്കാക്കുക, ആ ടൈപ്പ് സാധനങ്ങളൊക്കെ വന്നാൽ ചിലർക്ക് പാടായിരിക്കും. പക്ഷേ ശ്രേണികളിൽ ഒരുവിധ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ബൈഹാർട്ടെങ്കിലും പഠിച്ചു വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് സമാന ബന്ധങ്ങളായാലും തരംതിരിക്കലായാലും അർത്ഥവത്തായ രീതിയിലുള്ള പദങ്ങളുടെ ക്രമീകരണമായാലും ഒറ്റയാനെ കണ്ടെത്തലായാലും ഒക്കെ ആ രീതിയിലാണ്. ഇവിടെ വയസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഇത്തിരി ഒരു മാത്സ് എന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ വരുന്നുള്ളൂ. ചിലപ്പോൾ ഒരു ബീജഗണിതം എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കേണ്ട സന്ദർഭം വരുന്നത് ഇവിടെ മാത്രമായിരിക്കും. ചിലത് നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വയസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് ഓപ്ഷൻ അങ്ങോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും സൗകര്യം. നിങ്ങൾ വിടണ്ട, നിങ്ങൾ എന്ത് ഈ 4 ഓപ്ഷനിൽ സമയം ഉണ്ടെങ്കിലാണ് 4 ഓപ്ഷനിൽ അത് എടുത്തിട്ട് ഒന്ന് ആ രീതിയിൽ ചിന്തിച്ച് നോക്കിയാൽ എല്ലാ കണക്കും ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതായത് കണക്ക് ചെയ്ത് നോക്കണ്ട, ഓപ്ഷനിൽ 1ാമത്തെ സാധനം എടുത്തു കൊടുക്കുക, ഇത് വിചാരിച്ചിട്ട് ഇതിന്റെ ഇരട്ടിയാണ് ഇതെങ്കിൽ എത്രയായിരിക്കും എന്നുള്ള സാധനം അവിടെ വെച്ച് കണക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യാനെങ്കിലും അത് പഠിക്കുക. സ്ഥാനനിർണ്ണയം ഒരു രീതിയിലും വിടരുത്. ആകെ 2-3 ടൈപ്പേ അതിലുള്ളൂ. മുന്നിൽ നിന്ന് ഇങ്ങോട്ട് ആണെങ്കിൽ ഇത്രയാണെങ്കിൽ ബാക്കിൽ നിന്ന് അങ്ങോട്ട് എത്ര എന്നുള്ള ആ ടൈപ്പേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ മെന്റൽ എബിലിറ്റിയിൽ 10 മാർക്കിൽ എന്തെങ്കിലും ഒരു 5 മാർക്കൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്സ് എത്ര ടഫ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒഴിവാക്കി കളയരുത് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കമ്പനി ബോർഡ് LGS എയിം ചെയ്യുന്ന ആളുകളായിട്ടുള്ള നിങ്ങൾ ഭൂരിഭാഗം നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ PSC അതുകൂടെ കണക്കാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷകളിൽ 10th ലെവൽ പ്രിലിംസ് നടത്തുന്ന സമയത്ത് അതിൽ 10th ലെവലും അതിന് മുകളിൽ യോഗ്യതയുള്ള പരീക്ഷകളും അതിന് താഴെയുള്ള LGS പോലെയുള്ള പരീക്ഷകളും വരുമ്പോൾ ഈ ഒരു സംഭവം കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് കൂടുതൽ ആളുകളുടെ ലിസ്റ്റാണ് ഇടാറുള്ളത്. അതേപോലെ തന്നെ ഇത്തവണ ഇടും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ വരും, സാറേ പ്രിലിംസ് ക്ലിയർ ആയി എന്ന് പറഞ്ഞുകൊണ്ട്. ഈ രീതിയിൽ ഒരു 3 ആഴ്ച ഇനി മുന്നിലുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ മുന്നിൽ വന്നു കഴിയുമ്പോൾ 3 ആഴ്ച ഉണ്ടാവും. ഇപ്പോൾ 3 ആഴ്ച ഒരു 3-4 ദിവസം ഉണ്ട്. അപ്പോൾ വീഡിയോ എത്തുമ്പോഴേക്കും 3 ആഴ്ച നിങ്ങളുടെ മുന്നിലുണ്ടാവും. ആ 3 ആഴ്ച നന്നായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മാത്രം നിങ്ങൾ റിവിഷൻ ചെയ്തോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ. കാണാം.